കപ്പ് ചാലഞ്ച് ചെയ്യാൻ പോയിരിക്കുന്നത്. ഇതിന്റെ പേര് അറിയത്തില്ല. കപ്പ് അടുക്കി വെക്കല്, അതാണ് ചലഞ്ച്. അപ്പൊ എല്ലാവരുടെ കയ്യിലും 4 പേരാണ് പങ്കെടുക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിലും 8 കപ്പ് വെച്ചുണ്ട്. അപ്പൊ കപ്പ് അടുക്കി വെച്ച് ആരാണ് ഫസ്റ്റ് അടിക്കുന്നത് അതാണ് ചലഞ്ച്. പിന്നെ കപ്പ് അടുക്കി വെക്കുമ്പോഴേക്കും താഴത്ത് വീഴാനും പാടില്ല. എത്ര സെക്കൻഡുകൾക്കുള്ളിൽ ആരാണ്, അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾക്കുള്ളിൽ ആരാണ് ഫസ്റ്റ് അടുക്കി വെക്കുക അതാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് ചെറിയ കപ്പാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പാടും കൂടി ഉണ്ട്. വലിയ കപ്പായിരുന്നെങ്കിൽ പെട്ടെന്ന് അടുക്കി വെക്കരുത്. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് സ്ലിം കപ്പാണിത്. അപ്പൊ പോയിരിക്കുന്നു. പ്രതീക്ഷിച്ചായിരുന്നു. ഏറ്റവും സങ്കടകരമായ നിമിഷം എന്ന് പറയുന്നത് ഏറ്റവും പൊക്കത്തെ ഒരു ഗ്ലാസ് ഒക്കെ വെക്കാൻ പോകുമ്പോഴായിരിക്കും താഴത്ത് വീഴുന്നത്. നല്ല കാറ്റടിച്ചിട്ടും പറന്നു കപ്പ് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് പേടിയാണ്. ഇത് കുഞ്ഞി കപ്പായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പോകുന്നത്. എന്റെ ഒരു കപ്പാണെന്നില്ലല്ലോ. എന്റെ ഒരു കപ്പ് കാണുന്നില്ല. നോക്കൂ, എല്ലാവർക്കും 8 കപ്പ് വെച്ചാ ഉള്ളത്. എണ്ണി നോക്ക്. പോകുന്നു. എന്നൊക്കെ കൂടുതലുണ്ട്. ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പൊ മണിക്കൂർ ഇവള് പറഞ്ഞ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്ന്. പറഞ്ഞ ആളാണ് ഇപ്പം വിടാപ്പാട് വിടുന്നത്. ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ട് ആരാണ് ഫസ്റ്റ് അടിക്കുന്നല്ലോ? ഞാൻ കൈ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട്. കാറ്റടിച്ചിട്ടാണെങ്കിലും പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. സിമ്പിളാണ് നോക്കാം. ഇതെന്ത് പാട്? അമ്പിൾക്കുട്ടൻ അടുക്കി എങ്ങനെയാ അടിക്കുന്നതെന്നൊക്കെ നല്ല രസമായിട്ട് അവനും അടുക്കുന്നുണ്ട്. അമ്പുക്കുട്ട എന്തായി? ഗെയിം ജയിക്കുവാ? ജയിക്കുവാ? ഉച്ചത്തി പറ. സബ്സ്ക്രൈബേഴ്സിനോട് പറ ജയിക്കുന്നു.
അത്രയെങ്കിലും ചെയ്തില്ല. ഞാൻ എന്റെ പകുതി പോലും ഇതൊരു വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ട് നമ്മളിപ്പോ പെട്ടെന്ന് അടുക്കി കഴിഞ്ഞു. പക്ഷെ ഇതൊരു ചെറിയൊരു ഗ്ലാസ് ആയതുകൊണ്ടാണ് അടുക്കാൻ പറ്റാത്തതെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം അല്ലേടി? ഇല്ല അതിനുള്ള കാലത്തോട്ടുണ്ട്. അങ്ങനെ സിമ്പിളാന്ന് വിചാരിച്ചാണ് എനിക്കറിയത് ആരും ജയിക്കത്തില്ല. ഇതൊരു ദിവസമായിരുന്നു ചെയ്താൽ പോലും ജയിക്കത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ക്ലാസ് അടിയിൽ നിന്നുള്ളത് വെളി വെച്ചിട്ട് ചെയ്തു. ഇത് ഞാൻ എന്നോട് തന്നെ പറയാം. ഒരു തന്ത്രം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല തന്ത്രങ്ങളിലൂടെ നിന്റെ കാലിടിച്ചു പോയി. നിന്റെ കാലിടിച്ചില്ല. എന്റെ വളരെ വേദന. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മള് അടിച്ചിരിക്കും. എല്ലാം സ്വപ്നത്തിൽ അതിലിപ്പോലും പറ്റും. സ്വപ്നത്തിൽ പറ്റും. അങ്ങനെ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കുവാണ്. നിന്നെ വല്ല കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? നീ കണ്ണു വെച്ചല്ലേടി? എനിക്ക് കണ്ണു നോക്കണ്ട. ഞാൻ എന്തിനാണ് നിന്നെ കണ്ണു നോക്കുന്നത്? എന്തായി? അമ്പുക്കുട്ടൻ ജയിക്കോ? ഇപ്പൊ ജയിക്കാനായ അമ്പു? ഇത് എന്തുവാണ്? ഗെയിമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ വരും. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആര് ഫസ്റ്റ് അടിക്കും എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടെത്താനുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആരും ജയിക്കും. എനിക്ക് തോന്നുന്നു എല്ലാരും തൊക്കുന്നാണ് ഗൈസ്. ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ട് ആര് ജയിക്കുന്നില്ല? കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യണേന്ന് തൊണ്ടയടപ്പൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. സോറി. അതിനെ കൊണ്ടുവന്നോളാം.
കാറ്റുണ്ട് guys. നല്ല കാറ്റുണ്ട്. കാറ്റിന് ആടി കാറ്റിന് വരാൻ കണ്ട സമയം ആവശ്യമുള്ളപ്പോ ഒന്നും വരാം. ഗ്ലൂ കിട്ടുക ഒട്ടിച്ച് അല്ലാതിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഒക്കെ ചിക്കു കൊതിക്കുന്നുണ്ട്. ഇല്ല ഷാൻക്ക് പൊതിച്ചത് പോലെ പോയിട്ടുണ്ട്. കഷ്ടമാന്ന് വെച്ചേ. എനിക്ക് ഉറപ്പായിരുന്നു. പറയിപ്പിക്കില്ല. ഇപ്പൊ ആരും ജയിക്കത്തില്ലെന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയുള്ള ഗെയിമാണ്. ഇനി ഇതുപോലത്തെ ചലഞ്ചുമായിട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞില്ല ഒരു മിനിറ്റ് എങ്കിലും നിന്നിരുന്നെങ്കിൽ നോക്കാം. കട്ടിയില്ലായിരുന്നു. കട്ടിയുള്ള സത്യം കാര്യങ്ങൾ അമ്രുവിന് കാലുവേനായിട്ട് അമ്രു കട്ടിലിന്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട് ചലഞ്ച് ചെയ്യാനായിട്ട്. എന്തുവാണ് നിങ്ങൾ അത്രയും ഒരു ഗ്ലാസ് കുറച്ച് തരുവാ ഞങ്ങൾക്ക് വേണ്ടി. ഒരു ഐഡിയ, ഇത് ഇങ്ങനെ വെച്ച് ചെയ്യട്ടെ. അവ പെട്ടെന്നായിരുന്നല്ലേ. ഞാൻ അങ്ങനെ ചെയ്തോളാം. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇത് ആരെങ്കിലും തോക്കുവാണെങ്കിൽ, അതായത് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അമ്രും അടുത്ത് പോയിട്ടുണ്ട്. ഇനി ആരാണ് അടുത്തത് പിന്മാറുന്നതെന്ന് അറിയത്തില്ല. സന്തോഷം.
ഉണ്ടാക്കാൻ വെച്ച് മടുത്ത് വരും കെറിഞ്ഞിട്ട് പോവാൻ പോകും. ഗായ്സ് ഞാനിവിടെ ചെയ്തിരിക്കുന്നു. കപ്പ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരാൾ ജയിച്ചിട്ടുണ്ട് ഗെയിമില്. കുറെ നേരത്തെ ഇതിനൊടുവിൽ ഒരാൾ ജയിച്ചിട്ടുണ്ട്. അതാണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ ചലഞ്ചുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ ഗുഡ് ബൈ. ടാറ്റാ. ടാറ്റാ.